നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. വാർത്തകൾ റേറ്റിംഗ് ഉണ്ടാക്കാനുള്ള ഉപകരണം മാത്രമായി മാറി. വിമർശനം അഴീക്കോടൻ രാഘവന്റെ 53ാം രക്തസാക്ഷിത്വ അനുസ്മരണത്തിൽ. സംഘങ്ങളുടെ സുരക്ഷ തകർക്കുന്ന പുനരുദ്ധാരണ നിധി പിൻവലിക്കണം ആവശ്യവുമായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ച് സെപ്റ്റംബർ 25 രാവിലെ. ഗാന്ധിജിയെ അറിയാൻ വായനശാലകൾ. തീരുമാനവുമായി പീപ്പിൾസ് മിഷൻ ഓഫ് സോയിൽ ഡെവലപ്മെന്റ്. ലക്ഷ്യം എല്ലാ സ്ഥലങ്ങളിലും വായനശാലകൾ. ക്യാമ്പയിൻ ഗാന്ധി ജയന്തി മുതൽ കേരളപ്പിറവി വരെ. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. മത്സരബുദ്ധിയോടെ വാർത്തകൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. വ്യാജ വാർത്തകൾ നൽകിയതിനു ശേഷം അബദ്ധം പറ്റിയെന്ന് നിർവാജ്യം പറയുകയാണ്. സത്യം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ എന്ത് സംഭവത്തിലും നടപടി സ്വീകരിക്കുകയുള്ളൂവെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. CPM നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ 53ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്ത് നടന്ന അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ശത്രുക്കൾക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ എറിഞ്ഞു കൊടുക്കരുത്. അത് അനുഭാവിയായാലും പാർട്ടി മെമ്പറായാലും അനുഭാവിയായാലും ബന്ധുക്കളായാലും ആരായാലും കൊള്ളാം. ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കരുത്, അതിന് നിന്നു കൊടുക്കരുത്. അത് ആരായാലും ശരി, അത് ശരിയല്ല. കാരണം ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ്. ഈ പാർട്ടി തൊഴിലാളികളുടെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അധ്വാനിക്കുന്നവരുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് സഖാവ് അഴീക്കോടന്റെ പാർട്ടി ഇന്ന് കേരളത്തിലെ നമ്പർ 1 പാർട്ടി ആയിട്ടുള്ളത്. പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന EP ജയരാജന്റെ അസാന്നിധ്യം ഇന്നും ശ്രദ്ധിക്കപ്പെട്ടു. അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ V ശിവദാസൻ MP, TV രാജേഷ്, KV സുമേഷ് MLA, TK ഗോവിന്ദൻ, അഴീക്കോടൻ രാഘവന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും പാർട്ടി പ്രവർത്തകരും അനുസ്മരണത്തിലും പുഷ്പാർച്ചനയിലും പങ്കെടുത്തു. സിറ്റി ആനയിടക്ക് റോഡ് വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് ഓണേഴ്സും കോർപ്പറേഷൻ പ്രതിനിധികളുമായി യോഗം ചേർന്നു. കണ്ണൂർ സിറ്റി മുസ്ലിം ജമാഅത്ത് ഹാളിൽ നടന്ന യോഗം മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. C സമീർ അധ്യക്ഷത വഹിച്ചു. TK നൌഷാദ്, അൽത്താഫ് മാങ്ങാടൻ, വാർഡ് കൌൺസിലർ അഷ്റഫ് ചിറ്റൂളി, സ്ഥലമുടമകളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. കിഴത്തള്ളി ഈസ്റ്റ് UP സ്കൂൾ സീഡ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് പേരത്തൈ വിതരണം ചെയ്തു. SSG അംഗം AO പ്രസന്നൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകനായ സുധീഷ് മാണിയത്താണ് സ്കൂളിലേക്ക് ആവശ്യമായ പേരത്തൈകൾ വിതരണം ചെയ്തത്. കുട്ടികളോട് പറയാനുള്ളത്, 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പേര തൈകളാണ് നിങ്ങൾക്കിപ്പോൾ നൽകുന്നത്. നല്ല പരിപാലനത്തോടു കൂടി ആവശ്യമായ സമയത്ത് വളം ചേർക്കുകയും വെള്ളം നൽകേണ്ടുന്ന സമയത്ത് വെള്ളം നൽകി, അതുപോലെ തന്നെ എപ്പോഴും ചെടികളെ ഒരു ദിവസം നോക്കിയാൽ ചിലപ്പോൾ ചില പുഴുക്കളൊക്കെ ഇതിൻ്റെ ഇലകൾ കടിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഇലകൾ നുള്ളി പുഴുവിനെ നശിപ്പിച്ച് ചെടിയെ സംരക്ഷിച്ച് 3 വർഷം കൊണ്ട് നമുക്ക് ഈ നിങ്ങൾക്ക് നൽകുന്ന പേര തൈ വളർന്ന് പേരക്ക പറിച്ച് നമുക്ക് കഴിക്കാനും മറ്റുള്ളവർക്ക് നൽകാനും കഴിയത്തക്ക രീതിയിലുള്ള ഒരു രീതി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ചടങ്ങിൽ സുധീഷ് കീഴ്ത്തള്ളി സ്കൂളിലേക്ക് ആവശ്യമായ പച്ചക്കറി തൈകളുടെ വിത്തുകൾ നട്ടു. വിവിധ തരം ചീരകൾ, പച്ചമുളക്, വഴുതന, പയർ, പടവലം തുടങ്ങി പച്ചക്കറി വിത്തുകളാണ് സ്കൂൾ അങ്കണത്തിൽ നട്ടത്. PTA ഭാരവാഹികളും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടക്കുന്നതെന്ന് സീഡ് കോർഡിനേറ്റർ പ്രജിന ടീച്ചർ പറഞ്ഞു. പരിസ്ഥിതി ദിനത്തിനാണ് ചെടി നടേണ്ടത് എന്ന ധാരണ എല്ലാ കുട്ടികളുടെയും ഉള്ളിലുണ്ട്. എന്നാൽ ആ ധാരണയെ തിരുത്തിക്കൊണ്ട് കീഴ്ത്തള്ളി ഈസ്റ്റ് UP സ്കൂളിൽ ഇന്ന് കുട്ടികൾക്ക് പേരക്കത്തൈ വിതരണവും അതോടൊപ്പം തന്നെ ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലുമായി ധാരാളം പച്ചക്കറി വിത്തുകൾ നടുന്നുണ്ട്. ഇത് 1-2 ദിവസത്തെ പ്ലാനിങ്ങിൻ്റെ ഫലമായി ഉണ്ടായതല്ല. ജൂൺ 5 മുതലേ ഉള്ള പ്ലാനിങ്ങിലൂടെയാണ് ഈ ഒരു ദൗത്യം എന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള
നമ്മുടെ സുധീഷ് മണിയൻ, അതുപോലെ എല്ലാ സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും നമ്മുടെ സ്കൂളിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രസന്നേട്ടൻ, എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ദൗത്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ ധാരാളം സുമനസ്സുകളുടെ സ്പോൺസർഷിപ്പാണ് ഗ്രോ ബാഗ്, അതുപോലെ മണ്ണ്, ചകിരിച്ചോറ്, വളം, വിത്തുകൾ ഇതൊക്കെ നൽകിയിട്ടുള്ളത് ഓരോരോ സ്ഥാപനങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ മണ്ണിനെ അറിയാൻ, ഇന്നത്തെ തലമുറ മണ്ണിൽ ഇറങ്ങുകയോ മണ്ണിൽ കളിക്കുകയോ ചെയ്യുന്നില്ല, രക്ഷിതാക്കൾ അവരെ സമ്മതിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കീഴ്ത്തള്ളി ഈസ്റ്റ് UP സ്കൂൾ കാലങ്ങളായി സീഡ് ക്ലബ്ബ് അംഗങ്ങളാണ്. ഈ കുട്ടികളെ മണ്ണിലിറങ്ങാനും മണ്ണിനെ പരിചയപ്പെടാനും ചെടികൾ എന്താണെന്ന് അറിയാനും അതിലുള്ള ഓരോ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സ്കൂൾ സീഡ് ക്ലബ്ബ് ആരംഭിച്ചിട്ടുള്ളത്. അത് ഈ 2024 വരെ വിജയിച്ചിട്ടുണ്ട്. ധാരാളം പുരസ്കാരങ്ങളും നമുക്ക് സീഡിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയത്നത്താലാണ് ഇത്രയും നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഹെഡ് മിസ്റ്റർ ശ്രീജ PV, സുധീഷ് കീഴ്ത്തള്ളി, പ്രജീന ടീച്ചർ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ മൗണ്ടയിൽ തുടർച്ചയായി 3 വർഷമായി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലേക്ക് പച്ചക്കറി തൈ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വർഷം പരിസ്ഥിതി ദിനത്തിലേക്ക് നൽകാനായി വച്ചിരുന്ന തൈകൾ കാട്ടുപന്നി നശിപ്പിക്കുകയായിരുന്നു. വീണ്ടും തൈകൾ ഉൽപ്പാദിപ്പിച്ചായിരുന്നു വിതരണത്തിന് എത്തിച്ചത്. തൈകൾ നടാൻ ആവശ്യമായ ഗ്രോ ബാഗുകൾ കണ്ണൂരിലെ ജയോ ടാർപോളിനാണ് സ്പോൺസർ ചെയ്തത്. പുളിക്കൽ ചെറി ഗാർഡൻ സ്കൂളിലേക്ക് വിത്ത്, വളം എന്നിവയും പോലീസ് ക്വാർട്ടേഴ്സിലെ റജുല സതീശൻ ചകിരിച്ചോറും സ്കൂളിലേക്ക് നൽകി. കണ്ണൂരിൽ വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനമായ പൊസസ് വെൽനസ് ഇന്ത്യ LLP 2ാം വാർഷികാഘോഷം സെപ്റ്റംബർ 25-ന് ഹോട്ടൽ റെയിൻബോ സ്യൂട്ടിൽ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഗിന്നസ് ആൽവിൻ റോഷന്റെ മാജിക് മെന്റലിസം ഷോയും അരങ്ങേറും. അപ്പോൾ ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇത് ലഭിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നായിരുന്നു സത്യത്തിൽ ലഭിക്കേണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഫലപുഷ്ടമായ മണ്ണിൽ നിന്ന് കൃഷി ചെയ്യപ്പെടാത്തത് കൊണ്ട് നമുക്കത് ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കത് സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ സപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവുണ്ടാവുകയും നമ്മൾ രോഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്തരത്തിലുള്ള കുറവുകൾ പരിഹരിക്കാൻ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പേസസ് വെൽനസ് എന്ന് പറയുന്നത്, ഇത് കണ്ണൂരിലെ വെയ്ക്ക് എക്കണോമിക് ഫോറം എന്ന് പറയുന്ന പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് വെയ്ക്ക് എക്കണോമിക് ഫോറം. ഈ വെയ്ക്ക് എക്കണോമിക് ഫോറത്തിന് വിവിധങ്ങളായ വെഞ്ചേഴ്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് ചാരിറ്റിയൊക്കെയാണ് ഈ കമ്പനി ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാന മുദ്ര. അതിൻ്റെ ഭാഗമായിട്ട് പ്രവാസികൾക്ക് സുരക്ഷിതമായ നിക്ഷേപം ഒരുക്കുക കൂടി ചെയ്യുകയാണ് ഈ എക്കണോമിക് ഫോറം ചെയ്യുന്നത്. ഈ എക്കണോമിക് ഫോറത്തിൻ്റെ 7ാമത്തെ ഒരു വെഞ്ചറാണ് പേസസ് വെൽനസ്. പേസസ് വെൽനസ് ചെയ്യുന്നത് നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമായ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സുകൾ അവർക്ക് അഫോർഡബിൾ പ്രൈസിൽ. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ഒരുപാട് കമ്പനികൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും സാധാരണക്കാരന് അഫോർഡബിൾ അല്ല എന്നുള്ളതാണ്. സാധാരണക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലല്ല. അപ്പം സാധാരണക്കാരന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ന്യൂട്രീഷൻ സപ്ലിമെൻറ്റുകളെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പേസസ് ലക്ഷ്യം വെക്കുന്നത്. വെൽനസ് ഇൻഡസ്ട്രിയിൽ വൻ മുന്നേറ്റം നടത്താൻ ഈ 2 വർഷം കൊണ്ട് പേസസിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മാനേജിംഗ് ഡയറക്ടർ PP അബ്ദുൽ സലാം അറിയിച്ചു. ഈ മേഖലയിൽ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ കുറഞ്ഞ നിരക്കിൽ ഉയർന്ന നിലവാരമുള്ള ഫുഡ് സപ്ലിമെന്റ് ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യമുള്ള ഒരു സമൂഹം നിർമ്മിക്കുക എന്നതാണ് കമ്പനിയുടെ പ്രധാന ലക്ഷ്യം. അതിനായി രോഗം വരാതിരിക്കാൻ ഉപയോഗിക്കപ്പെടേണ്ട വസ്തുവെന്ന നിലക്ക് പരമാവധി ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്ന് PP അബ്ദുൽ സലാം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ KP ശശിധരൻ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ T തഫ്ലീസ, സീനിയർ മാനേജർ CM അനീഷ്, മാനേജർ ഗോപകുമാർ എന്നിവരും പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. വാർത്തകൾ റേറ്റിംഗ് ഉണ്ടാക്കാനുള്ള ഉപകരണം മാത്രമായി മാറി. വിമർശനം അഴീക്കോടൻ രാഘവന്റെ 53ാം രക്തസാക്ഷിത്വ അനുസ്മരണത്തിൽ. സംഘങ്ങളുടെ സുരക്ഷ തകർക്കുന്ന പുനരുദ്ധാരണ നിധി പിൻവലിക്കണം ആവശ്യവുമായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ച് സെപ്റ്റംബർ 25-ന് രാവിലെ. ഗാന്ധിജി അറിയാൻ വായനശാലകൾ. തീരുമാനവുമായി പീപ്പിൾസ് മിഷൻ ഓഫ് സോയിൽ ഡെവലപ്മെന്റ്. ലക്ഷ്യം എല്ലാ സ്ഥലങ്ങളിലും വായനശാലകൾ. ക്യാമ്പയിൻ ഗാന്ധി ജയന്തി മുതൽ കേരള പിറവി വരെ.
പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടിവിയിൽ തുടങ്ങിയ ബന്ധം റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ഇതിപ്പോ മോക്ക് വേണ്ടിയൊരു പുതിയ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നത്. നമ്മുടെ ബജറ്റിനും ആവശ്യത്തിനും അനുസരിച്ച് തെരഞ്ഞെടുക്കാവുന്ന ബ്രാൻഡുകളുടെ അതിവിശാലമായ വൻ നിര തന്നെയുള്ളപ്പോ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി, കേരളാസ് ഫസ്റ്റ് ചോയ്സ്. പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ഓണം വന്നേ തിരുവോണം വന്നേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ സന്തോഷം വിരിഞ്ഞേ സന്തോഷം ഓണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണം ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്, ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്.
ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25-ന് രാവിലെ 10:30 ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചും ധർണയും മുൻ MLA അനിൽ അക്കര ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരെ ബാധിക്കുന്ന ഒരു 1:4. നമുക്കറിയാം, ഈ മേഖലയിൽ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 4 പേരെ എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ജീവനക്കാരന് പ്രമോഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ താഴേക്കടയിലുള്ള ജീവനക്കാരുടെ പ്രമോഷൻ നിലച്ചിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ ഈ പുതിയ ക്ലാസിഫിക്കേഷനിലും ഈ പുതിയ ചട്ടഭേദഗതിയിൽ പറയുന്നത് ക്ലാസ് 4 മുതൽ ക്ലാസ് 7 വരെയുള്ളത് 1:2 എന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. പക്ഷേ ഈ ക്ലാസ് 4-ൽ നമുക്കറിയാം ക്ലറിക്കൽ തസ്തിക ആകെ 1-2 ഉള്ളൂ. അപ്പോൾ ആ നിയമഭേദഗതി കൊണ്ട് ഈ പറയുന്ന 1:4 യാതൊരുവിധ ജീവനക്കാർക്കുണ്ടാകുന്ന ഒരു ആനുകൂല്യവും ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ 1:1 അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ചീഫ് അക്കൗണ്ടൻറ്റുമാരുടെ തസ്തിക. 100 കോടി രൂപയിലധികം വർക്കിംഗ് ക്യാപിറ്റലുള്ള സംഘങ്ങളിൽ പുതിയ ചട്ടഭേദഗതി പ്രകാരം ഒരു അസിസ്റ്റൻറ്റ് സെക്രട്ടറിയെ പരീക്ഷാ ബോർഡിൽ നിന്ന് എടുത്താൽ മാത്രമേ നിലവിലുള്ള സംഘത്തിലെ ജീവനക്കാരന്, ബ്രാഞ്ച് മാനേജർക്ക് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ടോ ചീഫ് അക്കൗണ്ടൻ്റ് ആയിട്ടോ പ്രൊമോഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാമെന്ന് പറഞ്ഞാൽ ഈ സംഘത്തെ ഈ 100 കോടിയും 300 കോടിയും 1000 കോടി വരെ ആക്കിയ സംഘങ്ങൾ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെയുണ്ട്. അത്തരം സംഘങ്ങളെ വളർത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ച ഈ ജീവനക്കാരൻ്റെ പ്രൊമോഷൻ അവിടെ തടയപ്പെടുകയാണ്. പുതുതായി പരീക്ഷാ ബോർഡിൽ നിന്ന് വരുന്ന ജീവനക്കാരൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആകുകയും അദ്ദേഹത്തിൻ്റെ കാലാവധി വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രൊമോഷൻ ലഭിച്ച ജീവനക്കാരൻ ഏകദേശം 56, 55, 57 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. അവർക്കൊക്കെ ഒരു കാലത്തും ഇനി അതിൻ്റെ സെക്രട്ടറി പോസ്റ്റിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചട്ട ഭേദഗതി കൂടി വരുന്നുണ്ട്. 3ാം സമഗ്ര ഭേദഗതി നിയമത്തിലെ ജനാധിപത്യ വിരുദ്ധ ഭേദഗതികൾ പിൻവലിക്കുക, സംഘങ്ങളുടെ സുരക്ഷ തകർക്കുന്ന പുനരുദ്ധാരണ നിധി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സെപ്റ്റംബർ 25 രാവിലെ 10:30 ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത്. പെൻഷൻ, ശമ്പള പരിഷ്കരണം സർക്കാർ നടപ്പിലാക്കണം, വായ്പാ കുടിശ്ശിക ഒറ്റത്തവണ തീർക്കുന്നത് സഹകരണ സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്, അശാസ്ത്രീയമായ ക്ലാസിഫിക്കേഷൻ പരിഷ്കരണം ഒഴിവാക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് M. രാജു, ജില്ലാ ഭാരവാഹികളായ ബാബു മാത്യു, അഗീഷ് കാടാച്ചിറ, ഷാജിഷ്, കെ. രാധ എന്നിവർ പങ്കെടുത്തു. പുഴാതി നോർത്ത് UP സ്കൂൾ 1983-89 ബാച്ച് വിദ്യാർത്ഥികൾ 35 വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി. പഴയ സഹപാഠികളെ കാണാനും സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനും പ്രിയപ്പെട്ട അധ്യാപകർക്കൊപ്പമാണ് വിദ്യാർത്ഥികൾ ഒത്തുകൂടിയത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ പ്രധാന അധ്യാപകൻ അബ്ദുൾ റാഷിദ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ സത്യത്തിൽ ഇവിടെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു 20 വയസ്സുകാരൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നേരെ യാതൊരു പ്രവൃത്തി പരിചയമില്ലാതെ സ്കൂളിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ കൈപിടിച്ച് നടത്തിച്ച എന്നെ അധ്യാപനം എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ച, ഒടുവിൽ ഈ ഒരു പ്രധാന അധ്യാപക കസേരയിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വേദിയിൽ എനിക്കും കൂടി പങ്കെടുക്കാൻ പറ്റുന്നത് വളരെ അഭിമാനകരമാണ്, വളരെ സന്തോഷകരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും 35 വർഷം പുറകോട്ടായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക അല്ലേ? അന്നത്തെ ആ ഒരു ക്ലാസ് റൂം അതാണ് ഇവിടെ പുനരാവിഷ്കരിക്കുന്നത്. അന്ന് പക്ഷേ ക്ലാസ് റൂമിൽ പറഞ്ഞ പോലെ എല്ലാ അധ്യാപകരും ഒരുമിച്ച് കാണുന്നില്ല, ഒരു ക്ലാസ് റൂമിൽ അധ്യാപകർ ഉണ്ടാവുള്ളൂ. ഇന്ന് അന്നത്തെ ക്ലാസ് റൂമിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്, എന്നാൽ അന്ന് പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഉണ്ട്. വളരെ സന്തോഷം. ആലോചിച്ച് നോക്കി നിങ്ങൾ അല്ലേ? ആ ഒരു 35 വർഷത്തിന് ശേഷവും നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് റൂം ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതിന് വലിയൊരു ഭാഗ്യമാണ്. കൊറ്റാളി മൊട്ടമ്മൽ സ്കൂൾ ക്ലാസ്മേറ്റ്സ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. 9 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം സ്കൂളിന്റെ പഴയ പേരിൽ തുടങ്ങിയ കൊറ്റാളി മൊട്ടമ്മൽ സ്കൂൾ ക്ലാസ്മേറ്റ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഇന്ന് 80-ലധികം മെമ്പർമാരുണ്ട്. ചടങ്ങിൽ 83-89 കാലയളവിൽ പഠിപ്പിച്ച അധ്യാപകരെയും ജീവനക്കാരെയും ആദരിച്ചു. അധ്യാപകരായ ഷൺമുഖൻ, മോഹനൻ കെ, സദാനന്ദൻ, മോഹനൻ M, രമ, ലത, ഉഷ,
ശാലിനി, രഞ്ജിനി, സരോജിനി, കൂടാതെ സ്കൂൾ മാനേജറായ ബാലഗോപാൽ, സ്കൂൾ ജീവനക്കാരിയായ കമല എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. അധ്യാപകരായ രമാവതി, ജലജ, ലളിത, ശൈലജ, വീണ, ശ്രീജ എന്നിവർക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ വാർദ്ധക്യ സഹജമായ അസുഖം കാരണം വരാൻ സാധിക്കാതിരുന്ന രോഹിണി ടീച്ചറെ വീട്ടിൽ പോയി ആദരിച്ചു. തുടർന്ന് ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി സൗഹൃദ അനുമോദനം നടത്തി. കൂട്ടുകാർ തമ്മിൽ മൊമെന്റോ കൈമാറി. കൂടാതെ കേക്ക് മുറിച്ചും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും അവർ സൗഹൃദ സംഗമം ശ്രദ്ധേയമാക്കി. പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് 2 സ്മാർട്ട് TV സമ്മാനിച്ചു. പ്രധാന അധ്യാപകൻ ഏറ്റുവാങ്ങി. തുടർന്ന് ആദരവ് ഏറ്റുവാങ്ങിയ അധ്യാപകർ മറുമൊഴി നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളായ ഷംന, സനേഷ്, ഷജിത്ത്, അനിത, ഷീജ, സിജിന, അജയൻ, ഷൈൻ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കണ്ണവം മഹല്ല് മുസ്ലിം ജമാഅത്ത് അൻവാറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വെളുമ്പത്ത് മഹാം ഷെരീഫ് ഉറൂസ് സെപ്റ്റംബർ 28 മുതൽ 5 ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 28 രാവിലെ 10 മണിക്ക് SYS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ പതാക ഉയർത്തും. തുടർന്ന് സയ്യിദ് മുയിനലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉറൂസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ജമാഅത്ത് അൻവാറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ചരിത്രപ്രസിദ്ധമായ കണ്ണവം വെളുമ്പത്ത് മക്കാം ഷെരീഫ് ഉറൂസ് 2024 സെപ്റ്റംബർ 28, 29, 30, ഒക്ടോബർ 1, 2 തീയതികളിൽ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ വെളുമ്പത്തെ പുണ്യഭൂമിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഹിദായത്ത് നഗറിൽ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യത്തോടെ വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പതാക ഉയർത്തൽ, ഉദ്ഘാടന സമ്മേളനം, മതപ്രഭാഷണം, മജ്ലിസ് നൂർ, സ്വലാത്ത് വാർഷികം, ദിക്ർ ഹൽക്ക, ബുർദ മജ്ലിസ്, ഷാദുലി റാത്തീവ്, സൗഹൃദ സംഗമം, ഘോഷയാത്ര, പൊതുസമ്മേളനം, അന്നദാനം തുടങ്ങിയ സെഷനുകളായി സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മന്ത്രിമാർ, സാംസ്കാരിക നേതാക്കൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിക്കും. സെപ്റ്റംബർ 28 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഉറൂസ് പരിപാടിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് SYS കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ ഏഴിമല പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സയ്യിദ് മുയിനലി ശിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്യും. 29 സൗഹൃദ സംഗമം കേരള സ്പീക്കർ AN ഷംസീറും, 30 മതവിജ്ഞാന സദസ്സ് പട്ടുവം KP അബൂബക്കർ മുസ്ലിയാറും, ഒക്ടോബർ 1 രാവിലെ 11:30 പൊതുസമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി ബുത്തുക്കോയ തങ്ങളും, ഒക്ടോബർ 2 9 മണിക്ക് സമാപന സമ്മേളനം അസൈദ് മസ്ഹൂർ അസ്ലം തങ്ങൾ കണ്ണൂരും ഉദ്ഘാടനം ചെയ്യും. മതപ്രഭാഷണം, മജ്ലിസ് നൂർ, സ്വലാത്ത് വാർഷികം, ദിക്കർ ഹൽക്ക, ബുർദ മജ്ലിസ്, സാദുലി റാത്തീബ്, സൗഹൃദ സംഗമം, ഘോഷയാത്ര, പൊതുസമ്മേളനം, അന്നദാനം എന്നിവയും ഉണ്ടാകും. വിവിധ സെഷനുകളായി സയ്യിദന്മാർ, പണ്ഡിതന്മാർ, മന്ത്രിമാർ, സാംസ്കാരിക നേതാക്കന്മാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ കൺവീനർ CK യൂസഫ് ഹാജി, ചെയർമാൻ AT അലി ഹാജി, KK അഷ്റഫ് ഹാജി എന്നിവർ പങ്കെടുത്തു. ജില്ലാ ലൈബ്രറി കൗൺസിൽ ഗാന്ധിജിയെ അറിയാൻ വായനശാലകൾ എന്ന പേരിൽ ക്യാമ്പയിനുകൾ നടത്താൻ തീരുമാനിച്ചതായി വി പീപ്പിൾസ് മിഷൻ ഓഫ് സോയിൽ ഡെവലപ്മെന്റ് ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ MP വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 വരെയാണ് ക്യാമ്പയിൻ നടത്തുക. പീപ്പിൾസ് മിഷൻ ചുരുങ്ങിയത് 25 വായനശാലകളെങ്കിലും സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഒക്ടോബർ 2 നവംബർ 1 ഇടയിൽ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈബ്രറികൾക്ക് ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ പുസ്തകങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ 10,000 രൂപയുടെ മുഖവിലയുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന മേഖലകളിലാണെങ്കിൽ ആദിവാസി ജനവിഭാഗം കൂടുതലായിട്ടുള്ള ന്യൂനപക്ഷ ജനവിഭാഗത്തിൻ്റെ സാന്ദ്രതയുള്ള സാമൂഹ്യമായും സാംസ്കാരികമായും പിന്നണിയിൽ കിടക്കുന്ന പ്രദേശങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന കൊടുത്തുകൊണ്ട് മറ്റ് പിന്തുണകൾ കൂടി നൽകുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനൊപ്പം ഈ ലൈബ്രറികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവയ്ക്ക് ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റ്, മറ്റ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ, അത് ഷെൽഫും കസേരയും ഒക്കെ ആയിട്ടുള്ള സാധന സാമഗ്രികൾ കൂടി കൊടുക്കുന്നതിന് ആലോചിക്കുകയാണ്. അത് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പരമാവധി ലൈബ്രറികൾ സ്ഥാപിക്കപ്പെടണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇനീഷ്യേറ്റീവ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ വായനശാലകൾ ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൂടി പുതുതായി വായനശാലകൾ തുടങ്ങുകയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ കേരളപ്പിറവി ദിനമായ നവംബർ 1 വരെയാണ് ക്യാമ്പയിൻ നടത്തുക. പീപ്പിൾസ് മിഷൻ ചുരുങ്ങിയത് 25 വായനശാലയെങ്കിലും സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിൻ കാലയളവിൽ സ്ഥാപിക്കുന്ന വായനശാലകൾക്ക് ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനാവശ്യമായ പുസ്തകത്തിന്റെ കുറവുണ്ടെങ്കിൽ 10,000 രൂപ വരെ മുഖവിലയുള്ള പുസ്തകങ്ങൾ നൽകും. കൺവീനർ TK ഗോവിന്ദൻ മാസ്റ്റർ, സെക്രട്ടറി PK വിജയൻ, പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ എന്നിവരും പങ്കെടുത്തു.
കേരള നദ്വത്തുൽ മുജാഹിദീൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി തൗഹീദ് സമ്മേളനം സംഘടിപ്പിച്ചു. ISM സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് മേലീത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് മുഹമ്മദിനെ പരാജയപ്പെടുത്തണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ജൂതപണ്ഡിതന്മാർ അവർക്കൊരു മാർഗം പറഞ്ഞു കൊടുക്കും. നിങ്ങൾ അദ്ദേഹത്തോട് പോയിട്ട് മുഹമ്മദിനോട് പോയി നിങ്ങൾ 3 ചോദ്യം ചോദിക്കണം. ആ 3 ചോദ്യങ്ങൾക്ക് അയാൾക്ക് ഉത്തരമുണ്ടെങ്കിൽ അയാൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറയുന്നില്ലെങ്കിൽ അദ്ദേഹം കള്ളപ്രവാചകനാണ്. ആളുകൾ നദറുൽ ഹാരിസയും ഉഖബത്ത് ബിൻ അബീബുമായിട്ടും വളരെ സന്തോഷത്തോടുകൂടെയാണ് മക്കത്തേക്ക് മടങ്ങി വരുന്നത്. ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് PK ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുൽഫിക്കർ അലി, അബ്ദുൽ ജലീൽ മാമങ്കര, ഉനൈസ് പാപ്പിൻശ്ശേരി, ഇസ്ഹാഖ് അലി, കല്ലിക്കണ്ടി അബ്ദുൽ ഖയ്യൂം പുന്നശ്ശേരി, K നിസാമുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പുഴാതി ഗവൺമെന്റ് ഹൈസ്കൂൾ 10ാം തരം കൂട്ടായ്മയായ സഹപാഠി ചങ്ങാടിക്കൂട്ടത്തിന്റെ സ്നേഹസ്പർശം 2024 ഒരുമിച്ചൊരോണം വാരം എളിയാവൂർ CH സെന്ററിൽ നടന്നു. പുരാരേഖ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ മുഹമ്മദ് അഷ്റഫ്, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ KM, നന്ദി പ്രകാശിപ്പിക്കുന്ന സീന ബേബി, പുഴാതി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 88-89 കാലഘട്ടത്തിൽ 10ാം തരം പഠനം പൂർത്തിയാക്കിയ ഒരു കൂട്ടായ്മയാണ് സഹപാഠി ചങ്ങാതിക്കൂട്ടം. ആ സഹപാഠി ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ഒരു ഓണാഘോഷ പ്രോഗ്രാമാണ് ഇന്നിവിടെ വാരം CH സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നത്. വയനാട് ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ആർഭാടങ്ങളും ആഘോഷങ്ങളും സർക്കാർ ഒഴിവാക്കിയ വേളയിൽ ലളിതമായ ചടങ്ങ് നടത്തിയതിലും അതിന് അശരണരും അഗതികളുമായ CH സെന്റർ പോലുള്ള കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പുരാരേഖ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജലീൽ ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. CH സെന്ററിന് നൽകുന്ന വസ്ത്രങ്ങൾ ചെയർമാൻ അഷ്റഫ്, സെക്രട്ടറി ഷംസുദ്ദീൻ എന്നിവർ ഏറ്റുവാങ്ങുകയും ഇവരുടെ പ്രവർത്തന മികവിൽ 2 പേരെയും മന്ത്രി ആദരിക്കുകയും ചെയ്തു. സീന ബേബി, അബ്ദുള്ള, റാണി, അജിത, മെഹമ്മൂദ്, മെഹറൂഫ്, അനീഷ്, ഫിറോസ്, ഷാജി, രാജേഷ്, സീന, ഫൗസിയ എന്നിവർ സംസാരിച്ചു. ജോയി പീറ്റർ സ്വാഗതവും ശ്രീജിത്ത് കല്ലേൻ നന്ദിയും പറഞ്ഞു. ഷൈന, ജാബിർ, മെഹറുനീസ, നജുമ, ഫാത്തിമ, ബീന, ഇക്ബാൽ എന്നിവർ നേതൃത്വം നൽകി. വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി. മട്ടന്നൂർ ഉളിയിൽ അൽ ഹിദായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥാപകനും ജില്ലയിലെ പ്രമുഖ പണ്ഡിതനും സാമൂഹിക പ്രവർത്തകനുമായ സലീം ഫൈസി ഇർഫാനിയുടെ 3ാം ആണ്ട് അനുസ്മരണം സെപ്റ്റംബർ 26 രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഉളിയിൽ അൽ ഹിദായ ക്യാമ്പസിൽ നടക്കുമെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലിന് കമ്മിറ്റി ചെയർമാനും സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷ്റൂർ നേതൃത്വം നൽകും. നമ്മുടെ ജില്ലയിലെ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ച് കഴിഞ്ഞ കോവിഡിൻ്റെ അവസാന സമയത്ത് 2021 വിട പറഞ്ഞ മുഹമ്മദ് സലീം ഫൈസി എന്നവരുടെ 3ാമത്തെ ആണ്ടനുസ്മരണ പരിപാടി 26-ാം തീയതി വ്യാഴാഴ്ച വളരെ വിപുലമായി നടക്കുകയാണ്. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ വളരെ വിപുലമായി നടന്നിരുന്ന പരിപാടിയാണ് ഈ വർഷവും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഉളിയിൽ അൽ ഹിദായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ആ പരിപാടിയുടെ രാവിലെ 9 മണിക്ക് അതിൻ്റെ പതാക ഉയർത്തൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂറാണ് നേതൃത്വം വഹിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഖബർ സിയാറത്തിന് സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴിമല നേതൃത്വം വഹിക്കും. അതിൻ്റെ ശേഷം 10 മണിക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 9:30 ഖബർ സിയാറത്തിന് സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴിമല നേതൃത്വം നൽകും. രാവിലെ 10 നടക്കുന്ന ആണ്ട് സ്മരണ സമ്മേളനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷനാകും. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 11 മണിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് മൗലിദ് സദസ്സ് നടത്തും. ഉച്ചയ്ക്ക് 2 നടക്കുന്ന അനുസ്മരണ സദസ്സിൽ MT അബൂബക്കർ ദാരിമി, അബൂദാഹർ ഫൈസി, സൈനുദ്ദീൻ ഫൈസി, ഇർഫാനി എന്നിവർ പ്രസംഗിക്കും.
വൈകിട്ട് 4 മണി മുതൽ നടക്കുന്ന ഖുർആൻ സദസ്സിന് ഷൈഖുന അബ്ദുൽ മജീദ് ബാക്കഫി നേതൃത്വം നൽകും. ഇതിനുശേഷം നടക്കുന്ന ജാലിലിയ റാത്തിബിന് ഷൈഖുന ചെറുമോത്ത് ഉസ്താദ് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റഷീദ് ഫൈസി പറോറ, ഹാഫിസ് മുഹമ്മദ് സിനാൻ നിസാമി വെളിയമ്പ്ര, MK മുഹമ്മദ് റാഫി നിസാമി വെളിയമ്പ്ര എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6980, പവന് 55,840 രൂപ, വെള്ളി 98 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. വാർത്തകൾ റേറ്റിംഗ് ഉണ്ടാക്കാനുള്ള ഉപകരണം മാത്രമായി മാറി. വിമർശനം അഴീക്കോടൻ രാഘവന്റെ 53ാം രക്തസാക്ഷിത്വാനുസ്മരണത്തിൽ. സംഘങ്ങളുടെ സുരക്ഷ തകർക്കുന്ന പുനരുദ്ധാരണ നിധി പിൻവലിക്കണം ആവശ്യവുമായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. മാർച്ച് സെപ്റ്റംബർ 25 രാവിലെ. ഗാന്ധിജി അറിയാൻ വായനശാലകൾ, തീരുമാനവുമായി പീപ്പിൾസ് മിഷൻ ഓഫ് സോയിൽ ഡെവലപ്മെന്റ്. ലക്ഷ്യം എല്ലാ സ്ഥലങ്ങളിലും വായനശാലകൾ. ക്യാമ്പയിൻ ഗാന്ധി ജയന്തി മുതൽ കേരളപ്പിറവി വരെ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.